അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ ഗുജറാത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആദ്യം അങ്ങനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് ഗാന്ധി ആശ്രമത്തിലേക്കാണ്. സബർമതിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ സബർമതിയിലുള്ള ഗാന്ധിജിയുടെ ആശ്രമത്തിലാണ് വന്നേക്കുന്നത്. നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഗാന്ധിജിയുടെ ആശ്രമത്തിൻ്റെ ഉള്ള ഫ്രണ്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബോർഡും കാര്യങ്ങളും ഉണ്ട്. ഇവിടുത്തെ സംഭവങ്ങൾ, പണ്ടത്തെ കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയായിരുന്നു, ഇവിടുത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള എഴുതിയേക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇനി അകത്തോട്ട് കയറിയതിന് ശേഷം നമുക്ക് നോക്കാം. അത്യാവശ്യം ചൂടുണ്ട്, വെയിലുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് സബർമതി ആശ്രമം. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സബർമതി റിവറിൻ്റെ ആസ്പാസിലാണ്. ഇതാണ് സബർമതി ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലുള്ള റിവർ ഫ്രണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. നമ്മൾ ഇന്നലെ അതിലേ ഉള്ള ട്രെയിനിലാണ് വന്നത്. അതിലെയോ. അപ്പം ഇതാണ് സബർമതി ആശ്രമം. ബാക്കി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇങ്ങനെ എടുക്കലിലാണ്. മമ്മി പഠിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചക്ക വളരെ വന്നത്തെ മൂലിക അതെ മൂലായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞ
letter from എടുത്തെടുത്തു. സ്വിമ്മിംഗ് പൂളും സാധനങ്ങളൊക്കെ എടുത്തു. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. MK ഗാന്ധി. સારું જીવન એ છે મારો સંદેશ. ગુજરાતી લઈ અંદર જીવન અને સંદેશ. સંદેશ ഇത് പോർബന്ദർ അല്ലേ? ഞാൻ അവിടെ പോകുന്നുണ്ട്. ഹിന്ദിയെ പഠിക്കാറുണ്ട്. ഹിന്ദി വേഷമൊക്കെ ധരിക്കുന്നത് നമ്മുടെ വിദേശത്ത് പോയപ്പോഴല്ലേ? അതെ, എന്നെപ്പോലെ ഒരു കൈലി കൊടുത്ത് ഇറങ്ങി നടക്കും. ഗുജറാത്തിയുടെ വേഷം ഈ വേഷം ഉപയോഗിക്കുന്നത്
ആണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയുടെ പല ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പ്രയർ, ട്രൂത്ത് ഈസ് ഗോഡ്, അങ്ങനെ ഓരോ പിക്ചറുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. സ്പിന്നിങ് വീൽ ദ സിംബളം ഓഫ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ചർക്ക. പിന്നെയാണെന്നുണ്ടെങ്കിൽ സത്യാഗ്രഹ ദണ്ഡി മാർച്ചിൻ്റെ സമയത്ത് എടുത്തേക്കുന്ന സംഭവമാണ്. 12/3/1930 എടുത്തേക്കുന്ന സംഭവമാണ് പണ്ടത്തെ ഗാന്ധിജി. പിന്നെ ഓരോ സ്ഥലങ്ങൾ ഇതങ്ങനെ ഇന്ദിരാഗാന്ധി ഇത് ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ 18/1/1948 അതുപോലെ തന്നെ ഇത് നാഷണൽ യൂണിറ്റി ഹരിജൻ കോളനിയിൽ എല്ലാ നേതാക്കന്മാരും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഫോട്ടോ. പെയിൻറ്റിങ് എല്ലാം ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ശ്രീ ഹിരലാൽ ഖേത്രി ആൻഡ് ശ്രീ ചൗധൽ സാ എന്നുള്ള ആൾക്കാരാണ്. അഭിമാനിക്കാം. ഇങ്ങനെ സബർമതി ആശ്രമത്തിൽ വന്നപ്പോൾ ഇതേ ഇവിടെ വേണം അല്ലേ, എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ആരുടെയും കരച്ചിലോ ആരുടെയും ഒന്നും ഇവിടെ എന്താടാ ഏറ്റവും പീസ്ഫുള്ളായ 10 മിനിറ്റ് എവിടെയെങ്കിലും പീസ്ഫുള്ളായിരിക്കണം ഇവിടെ വരണം അല്ലേ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ. ഇതിവിടുത്തെ ഒരു പ്രധാന കിണറായിരുന്നു, ഇപ്പോൾ ഇത് അടച്ചേക്കുവാണ്. ഇത് ഗസ്റ്റ് ഹൗസാണ്, ആശ്രമത്തിൻ്റെ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെയാണ്. നേരെ താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സബർമതി റിവറിൽ കാലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര ഇതാണ്, സൈലൻസാണ് ഇവിടുത്തെ മെയിൻ. ഗാന്ധിജി താമസിച്ച സ്ഥലം, ഗാന്ധിജിയുടെ വീടാണ് ഇത്. ഗാന്ധിജി ഇതിനകത്താണ് താമസിച്ചത്. ഇതിനകത്ത് ഇങ്ങനെ കയറുന്ന നേരം ഇവിടെയാണ്. ഇതാണ് അണ്ണാനുകളും കാര്യങ്ങളൊക്കെ, ഒത്തിരി പ്രാവുകളും കാര്യങ്ങളും. ഇത് ഇവിടുത്തെ ഒരു നെയ്ത്ത് ഇപ്പോഴും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ലൈവായിട്ട് നെയ്ത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ള സംഭവങ്ങൾ. ചെരുപ്പ് ഊരണം. തന്നെയാണ് ഹൃദയകുഞ്ചെന്ന് പറയുന്ന സ്ഥലം. ഇത് ഗാന്ധിജിയുടെ മുറിയാണിത്. ഇത് കസ്തൂർബ ഗാന്ധിയുടെ റൂം. നിലം മൊത്തം ഇതാണ്, കല്ലാണ് പാകിക്കുന്നത്, കല്ലുകൊണ്ട്. ഇതൊരു ഗസ്റ്റ് റൂമാണ്, ഗാന്ധിജി താമസിച്ചിരുന്ന വീടിൻ്റെ ഇതാണ്. ഇതായിരുന്നു പണ്ടത്തെ കിച്ചൺ. കിച്ചൺ
വെച്ചിരുന്ന സാധനങ്ങളും എന്തൊക്കെ ഇതുണ്ടല്ലേ. കണ്ണാടിയും കാര്യങ്ങളും, വുഡൻ സാൻഡല്, പ്ലേറ്റ്, സാധനം, സ്പൂണ്, പിന്നെയാണെന്നുണ്ടെങ്കിൽ പേന, ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ച ഒരു ഇതാണ് ഈ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു റിവറാണ്, ക്ലീനാണ്, കാല് കഴിയാനായിട്ടൊക്കെ ഇറങ്ങാം. പക്ഷേ വെള്ളം കൂടുതലാണ്, നമ്മൾ റിസ്ക് എടുക്കുന്നതല്ല. നമ്മൾ മുമ്പേ ആ സൈഡിൽ കൂടെ നിന്ന് സംഭവം ഇവിടെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്തേക്ക് എത്തുന്നത് ഇതിലേ കൂടെയാണ്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്. വൺ ടൈം മസ്റ്റ് വിസിറ്റ് പ്ലേസസ് അതൊന്നാണ് ഇത്. ഇതാണ് ഇപ്പം നമ്മൾ വന്നേക്കുന്നത് ഇവിടുത്തെ മെട്രോയിൽ കയറാനായിട്ടാണ്. ഇവിടുത്തെ മെട്രോയ്ക്ക് നമുക്ക് ചൈനയിലെ പോലെയാണ്. അതായത് ഗേറ്റുണ്ട്, ഗേറ്റ് തുറന്ന് ആണ് ഇത് സംഭവം വരുന്നത്. നമ്മൾ മെട്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള മെട്രോയാണ്. നമുക്കിനി സൈഡിലെ കാഴ്ചകളൊക്കെ കാണാം. स्टेशन वाडज मेट्रो स्टेशन जय अगला स्टेशन वाडज मेट्रो स्टेशन है. नेक्स्ट स्टेशन इज वाडज मेट्रो स्टेशन. അങ്ങനെ നമ്മൾ തൽത്തേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് സിറ്റി കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന ഈ ഒരു ഇതിനകത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സയൻസ് സിറ്റിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്ന വഴിയിലുള്ള കർവുകളും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗുജറാത്ത് കൗൺസിലിൻ്റെ സയൻസ് സിറ്റിയിൽ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെയാണ്. രണ്ടാമത്തെ സ്ഥലമായ ആംഫി തിയേറ്റർ. മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു എൻട്രൻസ് ആണ്. ഇതാ ഫസ്റ്റ് എൻട്രൻസ്. എന്നിട്ട് നമുക്ക് ഇതിലെ ഇങ്ങനെ നടന്നു പോകാം. ഇങ്ങനെ നടന്നു പോയി ഇങ്ങനെ കറങ്ങാനായിട്ടാണ് ഉള്ളത്. അടുത്ത രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ മൂന്നാമത്തെ ഇതിൽ അങ്ങോട്ട് നേരെ നടക്കാൻ നേരം അടുത്ത സ്ഥലത്ത് നോക്കാം അടുത്ത സ്ഥലം എവിടെയാണെന്ന്. എനിക്കും അറിയത്തില്ല എവിടെയാണെന്നുള്ളത്. കൊള്ളാം സയൻസ് സിറ്റി. പക്ഷേ നല്ല കത്തിയാണ്. 50 രൂപയാണ് ജനറൽ ടിക്കറ്റ്. അല്ലാതെ നമ്മൾ അകത്ത് ഓരോ സ്ഥലങ്ങളിലും കയറണം എന്നുണ്ടെങ്കിൽ ഓരോ പൈസ 350, 499. അക്വാട്ടിക്കിൻ്റെ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ 200. അങ്ങനെയൊക്കെയാണ് ഒരാൾക്ക്. സയൻസ് സിറ്റിയുടെ അകത്തൂടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ. അടിപൊളിയാണ്, കൊള്ളാം. ഇവിടുത്തെ ത്രിൽ റൈഡ് എന്ന് പറയുന്ന സംഭവം. ത്രിൽ റൈഡ്. അതിനകത്ത് കയറി നമുക്ക് റൈഡ് അടിക്കാം. ഒരു ഗെയിം, സ്റ്റിമുലേഷൻ ഗെയിമാണ്.
ഇപ്പോഴത്തേക്ക് ഒത്തിരി പിള്ളേർ സെറ്റുകളാണ്, ഫുള്ള് പിള്ളേരാണ്. സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ പിള്ളേരുകൾ വന്നതിന്. അങ്ങനെ നമ്മൾ നേച്ചർ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. കയറി വരുമ്പോഴത്തെ തന്നെ ഒരു വേൾഡിൻ്റെ ഒരു ഇതുണ്ട്, ഗ്ലോബിൻ്റെ ഒരു അവിടെയാണെന്നുണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഇവിടെയാണെന്നുണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കുകളും കാര്യങ്ങളും. ഇത് നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളത്. ഇവിടത്തേക്ക് ഇതേ ഒരു വാട്ടർ ഫൗണ്ടൻ കാണാം നമുക്ക്. അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഗാർഡനും കാര്യങ്ങളും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഓരോ സംഭവത്തിനുമൊക്കെ കൃത്യമായിട്ട് ഓരോ ഇത് ചെയ്തിട്ടുണ്ട്. ചില പൈപ്പൊന്നും വർക്കിംഗ് അല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കയറാനോ? ഇവിടെ ഒത്തിരി അണ്ണാണികളെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒത്തിരി മുറ്റത്തെല്ലാം സ്ഥലം ഉള്ളത് കൊണ്ട് ആ മേളത്തെ സ്ഥലത്തിൽ എവിടെ റബ്ബറാണോ മേളത്തെ സ്ഥലത്ത്? അവിടുത്തെ വീട് പൊളിച്ച് കളഞ്ഞോ? വാടകയ്ക്ക് കൊടുക്കാൻ കിട്ടത്തില്ലടാ അത്. വാടകയ്ക്ക് ഉണ്ടാവുള്ളൂ. അവിടുത്തെ റബ്ബർ ഇപ്പോൾ വെട്ടി. സയൻസിലേക്ക് അടുത്ത ഒരു മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ ഏവറികളും കാര്യങ്ങളുമൊക്കെ. ഇതിവിടുത്തെ ഏവറിയാണ്. അത്യാവശ്യം കിളികളും കാര്യങ്ങളും ഒക്കെയുള്ളതാണ്. അത് നമ്മളിപ്പുറത്തെ സൈഡിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാറ്റെക്സ് കോർണറാണ്. മുൾച്ചെടികളുടെ ഓരോ വെറൈറ്റി ടൈപ്പ് ഓഫ് മുൾച്ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ബട്ടർഫ്ലൈയുടെ ഒരു ഇതാണ്, പക്ഷേ ഇവിടെ ബട്ടർഫ്ലൈ ഒന്നുമില്ല. അത്യാവശ്യം ചൂട് കാരണം ഇവിടെ പൂവും കാര്യങ്ങളൊക്കെ ഒന്നും. പക്ഷെ അണ്ണാനുകളും മൃഗങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയം.